ഹലോ കൂട്ടുകാരെ, സാന്ത്വനത്തിൻ്റെ അടുത്ത എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പല രഹസ്യങ്ങളും പുറത്തേക്ക് വരികയാണ്. മറ്റൊന്നുമല്ല, ബാലൻ്റെ കടയിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് ധർമ്മൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതൊക്കെ നമുക്ക് ആ മുൻ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ യഥാർത്ഥ കള്ളനെ തെളിവ് സഹിതം പിടിച്ചിരിക്കുകയാണ് ആനന്ദ്. അങ്ങനെ ആനന്ദ് വീട്ടിൽ വന്നതിന് ശേഷം പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ ഞാൻ കള്ളനെ കണ്ടുപിടിച്ചു, യഥാർത്ഥ കള്ളനെ കണ്ടുപിടിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ബാലനും ഗോമതിയൊക്കെ ചോദിക്കും, ആരാണ് ആ കള്ളൻ, നീ പറ, ഞങ്ങളെങ്ങനെ ടെൻഷൻ എടുപ്പിക്കാതെ പറ, അത് മറ്റാരുമല്ലാതെ ഇവളുടെ അച്ഛനാണ്, ഇവളുടെ അച്ഛൻ ഉദയഭാനുവാണ് എന്ന് പറയുകയാണ്. അത് കേട്ടതോടുകൂടി ദേവി ആകെ ഷോക്കാവും. കാരണം ദേവിക്ക് ഓൾറെഡി അച്ഛനൊരു സംശയമുണ്ട്, അച്ഛൻ ഇങ്ങനത്തെ കള്ളത്തരങ്ങളൊക്കെ ഉള്ളത് ദേവിക്ക് അറിയാലോ. അപ്പോൾ അങ്ങനെ ഒരു സംശയമുണ്ട്. അപ്പോൾ ദേവി ആകെ ഷോക്കായി പോവുകയാണ് അത് കേട്ടിട്ട്. അപ്പോൾ ഗോമതി പറയുന്നത്, നിൻ്റെ വായിലൊരു നാവുണ്ടെന്ന് വിചാരിച്ചിട്ട് തോന്നിയ പോലെ അങ്ങനെ അനാവശ്യമൊന്നും വിളിച്ച് പറയരുത് എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും അത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ആര്യനും ആകാശം എല്ലാവരും പറയും, ചേട്ടൻ എന്താണ് ആവശ്യമാണ് ഈ പറയുന്നത്, ദേവി എടുത്തിട്ട് അച്ഛന് മോഷ്ടിച്ചു എന്നാണ് ചേച്ചി, ചേട്ടൻ ഈ പറയുന്നത്, അത് അങ്ങനെ അനാവശ്യമായിട്ട് ഏട്ടനൊന്നും പറയരുത് എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും, മീനുവും മിത്രയും എല്ലാവരും ആനന്ദിനെ കുറ്റപ്പെടുത്തും. മിത്ര പറയും, ഇങ്ങനെ പറയരുത് ആനന്ദേട്ടാ, ഇത് മോശമാണ് എന്ന് പറയുകയാണ്. അപ്പോഴാണ് ആനന്ദ് പറയുന്നത്, എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന്. പക്ഷേ അപ്പോൾ അതൊന്നും കേൾക്കാൻ ഗോമതി കാത്തു നിൽക്കില്ല. ഗോമതി പോയിട്ട് ആനന്ദിൻ്റെ കരണം നോക്കി ഒരൊറ്റൊന്ന് കൊടുക്കും. എന്നിട്ട് പറയും, നീ അനാവശ്യങ്ങൾ ഇങ്ങനെ തോന്നിയത് വിളിച്ചു പറയരുത് ആനന്ദേ എന്ന് പറയുകയാണ്. അപ്പോഴാണ് അവൻ പറയുന്നത്, എൻ്റെ കയ്യിലൊരു തെളിവുണ്ട്, നിങ്ങൾക്ക് ഞാൻ തെളിവ് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആനന്ദ് കയ്യിലുള്ള ഫോൺ എടുത്തിട്ട് ഫോൺ ഓണാക്കിയാണ്. അങ്ങനെ ഫോൺ ഓണാക്കി കഴിയുമ്പോൾ അത് CCTV ക്യാമറ വിഷ്വൽസാണ്. ഗോമതി സ്റ്റോറിലെ CCTV ക്യാമറയിൽ ഉദയഭാനു മേശയുടെ വലിപ്പ് തുറന്ന് പൈസ എടുക്കുന്ന വീഡിയോ കറക്റ്റായിട്ട് പതിഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ട് എല്ലാവരും ഷോക്കാവുകയാണ്. ദേവി അതിനേക്കാൾ അപ്പുറത്ത് ദേവി തകരുകയാണ് ആകെ. കാരണം ഇങ്ങനെ ഒരു ചതി അവളുടെ അച്ഛൻ, അവളെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടി അവളുടെ അച്ഛൻ തന്നെ ഇങ്ങനെ ഒരു ചതി ഒരുക്കുന്ന അവൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. ബാലനും എല്ലാവരും ഷോക്കാവുകയാണ്. അങ്ങനെയാണ് ദേവിയുടെ ഇത്രയും കാലത്തെ കള്ളത്തരങ്ങളും എല്ലാം ആനന്ദ് സഹി കെട്ടിട്ട് വിളിച്ചു പറയുന്നത്. ദേവിക്ക് അതിൽ അച്ഛൻ ചെയ്ത് ചെറിയ പങ്കുണ്ടെങ്കിൽ കൂടി കുറേയൊക്കെ അവൾ അതിൽ കുറ്റബോധം വിചാരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ദേവമംഗലം വീട്ടുകാർ മൊത്തം വല്ലാത്തൊരു ഷോക്കിലാണ് നിൽക്കുന്നത്. കാരണം ഇത്രയും കാലം അവർ വിചാരിച്ചിരുന്ന കോടീശ്വരനായ ഉദയഭാനു കോടീശ്വരനല്ല, വെറും പിച്ചക്കാരന് തുല്യമാണെന്ന് അറിയുന്ന ഒരു നിമിഷമാണ് നാളെ സാന്ത്വനത്തിൽ വന്നിരിക്കുന്നത്. ഇനി എന്തൊക്കെയാവും എന്ന് നമുക്ക് ദേവിയുടെ ഭാവി, ദേവിയെ ആനന്ദ് വീട്ടിൽ കൊണ്ടാക്കുമോ, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുക ഒക്കെ നമുക്ക് ഇനി വരും എപ്പിസോഡിൽ കാണും. ഇത്രയാണ് നാളത്തെ എപ്പിസോഡ്. എന്തായാലും ദേവിക്ക് ഇനി ആ വീട്ടിലൊരു സ്വസ്ഥതയും സന്തോഷവും ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്.